വെൽക്കം ബാക്ക് ടു സ്കിൽ ആൻഡ് സ്പാർക്ക്. സ്കിൽ ആൻഡ് സ്പാർക്കിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. പീക്ക് അവർ മാനേജ്മെന്റ്. എന്താണ് ഈ പീക്ക് അവർ മാനേജ്മെന്റ്? വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള സമയത്താണ് ഗ്രിഡിൽ ഏറ്റവും കൂടുതൽ ലോഡ് രേഖപ്പെടുത്തുന്നത്. ഈ സമയങ്ങൾ നമ്മളുടെ വീട്ടിലുള്ള ഇലക്ട്രിക് അയേണുകൾ, വെള്ളമടിക്കുന്ന പമ്പുകൾ, വാഷിംഗ് മെഷീനുകൾ ഇവ ഉപയോഗിക്കാതിരിക്കുക. പകലോ രാത്രി 11 ശേഷമോ നമുക്ക് ഇവ ഉപയോഗിക്കാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്രതിസന്ധിക്ക് ഇത് വലിയൊരു സഹായമായി വരും. രണ്ടാമത്തെ കാര്യം, സോളാർ വൈദ്യുതിയിലേക്കുള്ള ചുവടുമാറ്റം. അത് അത്ര എളുപ്പം സാധ്യമാവുന്നതല്ല. എന്നാലും കേരളത്തിൻ്റെ ഊർജ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് സോളാർ ഊർജത്തിലേക്ക് മാറുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഇപ്പോൾ അത് വെറും ഒരു ഓപ്ഷൻ ആവും, പക്ഷേ വരും കാലങ്ങളിൽ അത് അനിവാര്യമായി വന്നേക്കും. 3. സ്മാർട്ട് ഓഡിറ്റിംഗ്. എന്താണ് ഈ സ്മാർട്ട് ഓഡിറ്റിംഗ്? നമ്മളുടെ വീടുകളിൽ അനാവശ്യമായി വൈദ്യുതി പാഴാകുന്നുണ്ടോ എന്നൊരു പരിശോധന നടത്തുക. ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ വീടുകളിലെ ഫിലമെന്റ് ബൾബുകൾ, പഴയ കാലത്തെ ഫിലമെന്റ് ബൾബുകൾ മാറ്റി പകരം LED മാറുക. അതുപോലെ നമ്മളുടെ പഴയ ഫാനുകൾ മാറ്റി BLDC ഫാൻ ഫിക്സ് ചെയ്യുക. ഇതുവഴി നമുക്ക് 50% വരെ വൈദ്യുതി ലാഭിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ കറണ്ട് ബില്ലും ഒരു എമൗണ്ട് വരെ നമുക്ക് കുറക്കാം. 4. പൊതുജന പങ്കാളിത്തം. മാറി മാറി വരുന്ന സർക്കാരുകളുടെയോ KSEBയുടെയോ മാത്രം പ്രശ്നമായി ഇതിനെ കാണാതെ നമ്മളുടെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമായി ഇതിനെ കാണുക. നമ്മളുടെ സ്ഥാപനങ്ങളുടെയും കടകളുടെയും അനാവശ്യ ബോർഡ് ലൈറ്റുകൾ, അലങ്കാര ലൈറ്റുകൾ ഇവയെല്ലാം പീക്ക് അവറിൽ നമുക്ക് ഓഫ് ചെയ്തിടാം. ശ്രദ്ധിക്കുക, നമ്മൾ ഓരോരുത്തരും ലാഭിക്കുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിയും നാടിൻ്റെ ഇരുട്ടകറ്റാൻ സഹായിച്ചേക്കും. എല്ലാവർക്കും നന്മകൾ നേരുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.